Jolly wrote a letter. Can you construct a sentence in the same pattern? Question എന്താണ്? ജോളി റോട്ട് എ ലെറ്റർ എന്നുള്ള അതേ പാറ്റേണിൽ മറ്റൊരു സെൻറ്റൻസ് റൈറ്റ് ചെയ്യുക. ഓക്കെ, ഈ പാറ്റേണിൽ റൈറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ SSLC ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ ഹൈസ്കൂൾ ക്ലാസ്സുകൾ സ്റ്റേറ്റ് സിലബസിൽ വരുന്ന ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇത്. ഈ തന്നിരിക്കുന്ന സെൻറ്റൻസിൻ്റെ പാറ്റേണിൽ മറ്റൊരു സെൻറ്റൻസ് കൺസ്ട്രക്റ്റ് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ നോക്കേണ്ടത് ഈ പറഞ്ഞ സെൻറ്റൻസ് ഏത് പാറ്റേൺ ആണ്. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമുക്ക് പാറ്റേൺസ് എന്ന് പറഞ്ഞാൽ പൊതുവെ മലയാളത്തിനെ പോലെയല്ല. നോർമൽ സെൻറ്റൻസിൻ്റെ പാറ്റേൺ സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ് എന്നുള്ള രീതിയിലാണ്. നമ്മൾ മലയാളത്തിൽ പൊതുവെ പറയുന്ന ഒരു സെൻറ്റൻസ് ഒരു എക്സാമ്പിളായിട്ട് പറയുന്നതാണ് രാമൻ രാവണനെ കൊന്നു. ഓക്കെ, അതിൽ എന്താണ് പ്രവൃത്തി? കൊന്നു. അപ്പോൾ അതാണ് വേർബ്, ആക്ഷൻ വേർഡ്. അപ്പം ആരാണ് കൊന്നത്? രാമൻ. ഓക്കെ, പ്രവൃത്തി ചെയ്യുന്ന ആളാരാണോ അതാണ് സബ്ജക്റ്റ്, രാമൻ. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റ് നമുക്കറിയാം രാമൻ, വേർബ് കൊന്നു. ഇനി ആരെയാണ് കൊന്നത്? രാവണനെ. അപ്പോൾ whom did he kill? Okay, Rama killed Ravana. Whom did Rama kill? Okay, രാവണനെ. അപ്പോൾ ആരെയാണ് കൊന്നത്? ഹും എന്നുള്ളതിൻ്റെ ആൻസർ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നതാണ്. അല്ലെങ്കിൽ ആ പ്രവൃത്തിയുടെ ഫലം സ്വീകരിച്ചത് ആർക്കാണ്, അല്ലെങ്കിൽ ആരുടെ നേർക്കാണ് ആ ആക്ഷൻ നടന്നത് എന്നുള്ള ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നതാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മലയാളത്തിൽ പൊതുവിൽ ഉള്ള പാറ്റേൺ എന്താണ്? രാമൻ രാവണനെ കൊന്നു. ആ സാമ്പിൾ സെൻറ്റൻസ് എടുക്കുകയാണെങ്കിൽ പൊതുവിലുള്ള പാറ്റേൺ എന്താ? രാമൻ സബ്ജക്റ്റ്, ഓക്കെ, കൊന്നു ആക്ഷനാണ്. പക്ഷേ നമ്മൾ രാമൻ കൊന്നു രാവണനെ അങ്ങനെയാണോ പറയുന്നത്? അല്ല. സോ രാമൻ രാവണനെ കൊന്നു, സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്, അത് കഴിഞ്ഞിട്ടാണ് വേർബ്. ഓക്കെ, എസ് സബ്ജക്റ്റ്, ഒബ്ജക്റ്റ് ഒ ആണെങ്കിൽ SOV പാറ്റേൺ ആണ് മലയാളത്തിൻ്റെ പൊതുവിലുള്ള സെൻറ്റൻസുകൾക്കുള്ള പാറ്റേൺ. SOV ആണ്. ബട്ട് നമ്മുടെ മദർ ടങ് പോലെയല്ല ഫോറിൻ ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ് എന്നുള്ള രീതിയിലാണ് പാറ്റേൺ. രാമ കിൽഡ് രാവണ. രാമ ഇസ് ദ സബ്ജക്റ്റ് ആൻഡ് killed is the verb and object is Ravana. So SVO pattern. നോർമൽ സെൻറ്റൻസിന് വരുന്ന പാറ്റേൺ SVO ആണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന സെൻറ്റൻസ് ഏത് പാറ്റേൺ ആണെന്ന് നോക്കാം. ഓക്കെ, എന്താണ് സെൻറ്റൻസ് ഇനീഷ്യലി ഞാൻ തന്നിരുന്നത്? ജോളി റോട്ട് എ ലെറ്റർ. അപ്പം പ്രവൃത്തി എന്താണ്? റോട്ട്, എഴുതി. ഓക്കെ, ആരാണ് എഴുതിയത്? ഈ പ്രവൃത്തി ചെയ്ത ആളാരാണ്? ജോളി. സോ എഴുതി എന്നുള്ളത് വെർബും ജോളി എന്നുള്ളത് സബ്ജക്റ്റും. ഇനി എന്താണ് എഴുതിയത്? ഓക്കെ, ആ ആക്ഷൻ എന്തിൻ്റെ പുറത്തായിരുന്നു? അല്ലെങ്കിൽ അതിൻ്റെ ഫലം റിസീവ് ചെയ്തത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇവിടെ ഒരാളല്ല, പക്ഷേ വോട്ട് എന്നുള്ള. അപ്പോൾ ഫോർ എക്സാമ്പിൾ ജോളി റോട്ട് വോട്ട് ലെറ്റർ. സോ എ ലെറ്റർ എന്നുള്ളത് ഒബ്ജക്റ്റാണ്. നമ്മൾ രാമ കിൽഡ് രാവണ എന്ന് പറഞ്ഞതിൽ രാവണ ഇസ് എ പേഴ്സൺ. അതേസമയം ഇവിടെ ഓബ്ജക്റ്റായിട്ടുള്ളത് ഇവിടെ ഒരു പേഴ്സൺ അല്ല, ലെറ്ററാണ്. ഓക്കെ, ദാറ്റ്സ് എ തിങ് എന്ന് തന്നെയാലും ദാറ്റ്സ് ഓൾസോ എ ഒബ്ജക്റ്റ്.
അപ്പോൾ ഒരു പേഴ്സൺ ഒബ്ജക്റ്റായിട്ട് വരുന്ന സമയത്ത് നമ്മളതിനെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്നും, ഒരു തിങ് ഒബ്ജക്റ്റായിട്ട് വരികയാണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് ഡയറക്റ്റ് ഒബ്ജക്റ്റ്. വോട്ട് എന്നുള്ള ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഡയറക്റ്റ് ഒബ്ജക്റ്റും, ഹും എന്നുള്ള ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും. എന്തു തന്നെയാലും പാറ്റേൺ ഈസ് ദ സെയിം. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. പ്രിസൈസ് ആയിട്ട് പറയുകയാണെങ്കിൽ സബ്ജക്റ്റ്, വെർബ്, ഡയറക്റ്റ് ഒബ്ജക്റ്റാണ് ഈ സെൻറ്റൻസിൻ്റെ പാറ്റേൺ. സോ ഇതുപോലെ മറ്റൊരു സെൻറ്റൻസ് എന്താണ് ഒന്ന് നോക്കി നോക്കൂ. ആൻഡ് യു ആൻസർ ദാറ്റ് ഇൻ ദ കമൻറ്റ്സ് ബോക്സ്.